ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് വാഴപ്പിണ്ടി ഫ്രൈ. ആദ്യം നമുക്ക് പിണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അവരവരുടെ ഇഷ്ടം എത്രയാണോ അത്ര എടുക്കുക. ഈ ഒരു സൈസിൽ അരിഞ്ഞെടുക്കണം. അതിലേക്ക് വറുത്ത അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പപ്പൊടി എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മൈദമാവായാലും മതി. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഉണക്കമാങ്ങ പൊടിച്ചത് 1/2 ടീസ്പൂണ്, ആംചൂർ പൗഡർ എന്നും പറഞ്ഞ് ആളുകളിൽ കിട്ടും. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് അത് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊന്നും നനവ് വന്നിട്ടില്ലെങ്കിൽ 1 സ്പൂൺ എങ്ങാനും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല, ആവശ്യത്തിന് നനവൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത് വെളിച്ചെണ്ണയുടെ അളവൊക്കെ അവരവർക്ക് തീരുമാനിക്കുക. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ 2-3 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുത്തത്. ഈ വാഴപ്പിണ്ടിക്ക് ഉണ്ണിത്തണ്ടെന്നും വാഴക്കാമ്പെന്നും ഉണ്ണിപ്പിണ്ടിന്നും ഒക്കെ പല പേരുകളിൽ അറിയപ്പെടും. ഞങ്ങൾ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും വെറുതെ 4 മണി ചായയുടെയൊക്കെ കൂടെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിണ്ടിയൊക്കെ എല്ലാ വീടുകളിലും കാണും. ഇനി നമുക്കതങ്ങ് കോരി മാറ്റാം. ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ട് നമ്മളത് മുഴുവനും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. താങ്ക്സ് ഫോർ വാച്ചിങ്.